മഴവില്ല് സീസൺ 2 രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേത് പക്ഷേ അല്ല അവൾക്ക് ഞാനില്ലാതെ പറ്റില്ല എനിക്ക് അവളും ശ്രീധരൻ ചിരിച്ചു മഹി ബാമയെക്കുറിച്ച് നീ എന്നോട് പറയേണ്ട ആവശ്യമില്ല പണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കാലത്ത് എൻ്റെ വീട്ടുമുറ്റത്തോടെ ഓടിക്കളിച്ച കുട്ടിയാ അവള് കുറുപ്പിൻ്റെ യാതൊരു സ്വഭാവം അവൾക്കില്ല അതുപോലെ ഒരു പെണ്ണിന് കിട്ടിയ ജീവിതം സന്തോഷപൂർണ്ണമാവും ഒക്കെ ശരി തന്നെ പക്ഷേ രേണു നീ എന്താണ് അവളെ മറന്നുപോയത് മഹാദേവൻ എഴുന്നേറ്റിരുന്ന ശ്രീധരനെ നോക്കി രേണുവിനെന്താ ആ നിന്റെ താലി കഴുത്തിൽ വീഴുന്ന കാത്തിരിക്കുക അവള് മഹാദേവന്റെ നെറ്റി വിളിഞ്ഞു കുറച്ചു നേരം അതേ ഇരിപ്പിരുന്ന ശേഷം അവൻ പൊട്ടിച്ചിരിച്ചു തുടങ്ങി രേണുവോ നിനക്ക് ഭ്രാന്താണോടാ ചിരി ശബ്ദം കേട്ട് വയലിൽ ജോലി ചെയ്യുന്നവർ അങ്ങോട്ട് നോക്കി മഹി നിർത്ത് ശ്രീധരന് ദേഷ്യം വന്നു പിന്നെ ചിരിക്കാതെ ഏടാ അവിടെ ഓരോ കീർക്ക് നീയൊക്കെ വിശ്വസിച്ചോ അവളെന്റെ അനിയത്തി കുട്ടിയാ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ പണ്ട് കുഞ്ഞായിരുന്നപ്പം ഞാൻ അവളെ കുളിപ്പിക്കുന്നു ഭക്ഷണം വാരി കൊടുക്കുന്നു നെഞ്ചി കിടത്തി ഉറക്കുന്നു ഒക്കെ മാമൻ കള്ളുടിച്ച് ബോധമില്ലാതെ തമാശക്ക് പറയും വലുതാവുമ്പോൾ അവളെ കെട്ടിക്കോളാൻ ആ തമാശയമായി ഇന്ന് ആ പെണ്ണിന്റെ ജീവിതത്തിൽ ആകെയുള്ള പ്രതീക്ഷ ഹരിയാന്റെ ശബ്ദം കനത്തു നിന്റെ മാമൻ തമാശ പറഞ്ഞാണെന്ന അഭിപ്രായം ഞങ്ങൾക്കാർക്കുമില്ല അവളെ ഏറ്റവും സന്തോഷവതിയായിരിക്കുക നിന്റെ കൂടെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം നീ ഒന്ന് ചുമ്മാതിരിക്കാരി ഒരമ്മ പ്രസവിച്ചില്ലെങ്കിൽ ഞാൻ അവളെ പെങ്ങളായിട്ട് തന്നെയാണ് കണ്ടത് അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കോളാം എന്നിട്ട് നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി കെട്ടു നടത്തും അതിനുശേഷം കുറുപ്പിന്റെ മോളെ കെട്ടി നിനക്ക് സന്തോഷത്തോടെ ജീവിക്കണമല്ലേ നടക്കുന്ന കാര്യം പറമായി നടന്നേ തീരൂ മഹാദേവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു അതിനൊരു കാരണമുണ്ടടാ എന്ത് കാരണം ഒരിഷ്ടം തോന്നി നടക്കാത്ത ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണം പറ്റില്ല ശ്രീധര എനിക്ക് വാക്കാണ് വലുത് അത് തെറ്റിക്കണമെങ്കിൽ കഴുത്തിന് മുകളിൽ നിന്ന് തല പോകണം കുറച്ച് മദ്യം കൂടി കുടിച്ച ശേഷം മഹാദേവൻ എഴുന്നേറ്റു എത്ര വലിയ കോലാഹലങ്ങൾ ഉണ്ടായാലും ബാമയെ ഞാൻ സ്വന്തമാക്കും നീ നോയിക്കോ ശ്രീധര ഞങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്ന ആൺകുഞ്ഞായിരിക്കും നാളെ ഞാനും നീയെല്ലാം ചത്തുപോയാലും നിനക്കുണ്ടാകുന്ന മോൾക്കൊരു പ്രശ്നം വന്നാ എൻ്റെ മോൻ വന്ന് മുന്നിൽ നിൽക്കും അതിന് എനിക്ക് മോളാണ് ആദ്യം ഉണ്ടാകുന്ന നിന്നോടാരാ പറഞ്ഞ് അങ്ങനെയും സംഭവിക്കൂ എന്നിട്ട് എൻ്റെ ചെറുക്കനെ കൊണ്ട് നിന്നെ മോളെ കെട്ടിക്കണം എന്താടാ പറ്റുമോ ആ അവന് നിന്നെ പോലെ എടുത്തിയാട്ടക്കാരനായിരിക്കില്ലേ സാരമില്ല ആ ആലോചിക്കാം ഈവന്മാർക്ക് രണ്ടിനും എന്തെങ്കിലും അസുഖം ഉണ്ടായി ജേർഷം വാവിളിച്ചു ഇവരുടെ കല്യാണം കഴിഞ്ഞില്ല അത് നടക്കുമെന്ന് പോലും അറിയില്ല പക്ഷെ മക്കളുടെ കല്യാണം ഉറപ്പിച്ചു കുടിച്ചത് ഓവറായി നാണുമൂപ്പന്റെ വാറ്റിന്റെ ശക്തി മഹി ഞാൻ കൊണ്ടുവിടാം ഭാവി വക്കീൽ അവിടെ ഇരിക്കുക ബൈക്ക് ഓടിക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട് അപ്പൊ ഞാൻ പോട്ടെ നാളെ വൈകിട്ടാണ് മുണ്ട് മുറുക്കിയെടുത്ത് മഹാദേവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ശ്രീധര മറക്കണ്ട നമ്മുടെ മക്കളുടെ കെട്ട് നീ പോയിക്കോ ഇല്ലേ ബൈക്ക് എടുക്കാൻ പാർത്തിക്ക് ഞാൻ ചവിട്ടിയിടും ഹരിഹരൻ ദേഷ്യപ്പെട്ടപ്പോൾ ഒരു ചിരിയോടെ മഹാദേവൻ ബൈക്ക് മുന്നോട്ടെടുത്തു കഷ്ടം രേണു ഇതെങ്ങനെ സഹിക്കും ഹരിഹരൻ തല കയ്യിലൂന്നി ഇവൻ ഇങ്ങനെ ഒരു കുരുക്കി പോയി വീഴുന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇവന്റെ കാര്യം പോട്ടെ സത്യഭാമയ്ക്ക് എന്തു പറ്റി ഒരിക്കലും ആരും അംഗീകരിക്കാത്ത ബന്ധത്തിൽ അവളെങ്ങനെ വീണു പ്രേമമെന്ന വികാരം അങ്ങനെയാണ് ഹരി ഒരു കണക്കിന് അവൻ പറയുന്നതിലും കാര്യമുണ്ട് പെങ്ങളായി കണ്ട പെണ്ണിനെ എങ്ങനെ കല്യാണം കഴിക്കും എടാ എന്നാലും ഒരെന്നാലും ഇല്ല ജേർഷനിടയിൽ കയറി ഇതൊരു നല്ല ചാൻസ് ആയി ചാൻസോ അതേടാ കേൾക്കുമ്പോൾ ക്രൂരതായിട്ട് തോന്നും പക്ഷെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക നിനക്ക് രേണുവിന് ജീവനാണെന്ന് ഞങ്ങൾക്കറിയാം കുറച്ച് കരച്ചിലും പിടിച്ചിലോ കഴിഞ്ഞാൽ അവള് നിനക്ക് എത്തിച്ചേരാൻ ഞാനും ശ്രീധരനും അയ്യോട് പറയും ഏയ് അതൊന്നും നടക്കില്ല ഡാ ശ്രമിക്കാലോ നീ അവളെ പൊന്നുപോലെ നോക്കും പുറത്തുനിന്ന് ഒരുത്തന്റെ ഭാര്യ ആവുന്നില്ല നല്ലതല്ലേ ഇത് അതിന് അവള് സമ്മതിക്കണ്ടേ നാളെ തന്നെ കെട്ടിനടത്താനല്ലോ കാത്തിരിക്കുക നീ ലൈഫിൽ സെറ്റിൽ ആവുന്ന ഒരു സമയമുണ്ടല്ലോ നീ എന്ത് പറയുന്നു ശ്രീധര ആലോചിക്കാവുന്ന കേട്ടല്ലോ അപ്പൊ രണ്ടെണ്ണം കൂടി അടിച്ച് ഊണഴിക്കാം എന്നിട്ടൊന്ന് ഉറങ്ങിയെണീറ്റ് ബാക്കി ആലോചിക്കാം ജയകൃഷ്ണൻ ഗ്ലാസുകൾ നിറച്ച് കൂട്ടുകാർക്ക് നൽകി സമയം രാത്രി 10 മണി കാടിനുള്ളിലെ കൂറ്റൻ മരത്തിൽ കെട്ടിയ ഏർമാടത്തിലേക്ക് കയർ ഗോവണി വഴി ജയരാമൻ പണിപ്പെട്ടി കയറി അവിടെ നാഗപ്പാ ചെട്ടിയാർ നിൽക്കുന്നുണ്ടായിരുന്നു മീശ വിരിച്ചുകൊണ്ട് അയാൾ പുഞ്ചിരിച്ചു വാങ്ങ തമ്പി നീങ്ക വരമാട്ടേ നനച്ച് അയാൾ താഴേക്ക് നോക്കി അവിടെ അയാളുടെ ആളുകൾ നിൽപ്പുണ്ടായിരുന്നു ഡേയ് സാപ്പാട് റെഡി അടിച്ചാ ആയിടിച്ചയ്യ സരി ഇങ്ങ കൊണ്ടുവാ ചെട്ടിയാർ ഒരു പുൽപ്പായ ഏറുമാടത്തിൽ വിരിച്ചു ഉക്കാറ് തമ്പി ജയരാമൻ ഇരുന്നു നേരെ മുമ്പിലായ അയാളും உங்களுக்கு ஸ்பெஷல் சாப்பாடு தான் മാങ്കുളമ്പ് ரொம்ப ടേസ്റ്റ് ആയിരിക്കും റാന്തൽ വിളക്കിലെ തിരി കുറച്ച് നീട്ടി ചെട്ടിയാർ അടുത്തു വെച്ചു ഏറുമാടത്തിന് താഴെ വിശാലമായ കഞ്ചാവ് തോട്ടം പിന്നെയും കാട് അതിനപ്പുറം മലഞ്ചെരുവിലൂടെ പുഴ ഒഴുകുന്നു അതിനുമപ്പുറം ഗ്രീൻ വാലി എസ്റ്റേറ്റിന്റെ നിഴൽ ഇരുട്ടിൽ കാണാം ഉങ്ക ഫ്രണ്ട് യൂസുഫ് എങ്കേ ജയരാമൻ റാന്തലിൽ നിന്ന് സിഗരറ്റിൽ തീ കൊളുത്തി ആഞ്ഞു വലിച്ചു ചെട്ടിയാറെ എനിക്ക് ഈ ലോകത്തിൽ എന്നെ അല്ലാതെ വേറെ ആരെയും വിശ്വാസമില്ല അത് ഫ്രണ്ടായാലും
ഇനി ഉണ്ടാക്കിയ തന്തയായാലും. വിറ്റക്കാരനായിരിക്കും. വെരി ഗുഡ്. ചെട്ടിയാർ ഉറക്കെ ചിരിച്ചു. ശരി, സ്ട്രെയിറ്റ് ആ പോയിന്റിക്ക് പറയാം. ഗ്രീൻ വാലി അത് എനിക്ക് വേണം തമ്പി. നീങ്കതാ സ്ട്രൈക്ക് എന്ന ഐഡിയ കൊടുത്ത് ആനാ അന്ന മഹാദേവനാല എല്ലാമേ പോച്ച്. തൊഴിലാളികൾ സമരം നടത്തിയാലൊന്നും കുറുപ്പ് എസ്റ്റേറ്റ് നിങ്ങൾക്ക് തരില്ലെന്ന് അറിയാത്ത മണ്ടനല്ല ഞാൻ. അതൊരു ശ്രദ്ധ തിരിക്കലായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് 4 ലോഡ് ചന്ദനത്തടിയ കുറുപ്പിന്റെ പേരുള്ള ലോറികൾ കടത്തിയത്. അത് മറക്കരുത്. ഇല്ല തമ്പി, ഉങ്ക ഷെയർ കിടക്കും കണ്ടിപ്പാ. കാശില്ല പ്രശ്നം. മഹാദേവൻ എന്തോ സംശയമുള്ള പോലൊരു തോന്നൽ. ചെട്ടിയാരുടെ അനുയായികൾ 2 പേർ മുകളിലേക്ക് കയറി വന്നു. ഒരാൾ തേക്കിലിൽ ചോറ് വിളമ്പി. ഒരു പാത്രത്തിൽ വെടിയിറച്ചിയും കറിയും ചാരായവും മുന്നിൽ നിരത്തി. അതിനുശേഷം തിരിച്ചുപോയി. ജയരാമൻ ഇറച്ചി കഷ്ണം രുചിച്ച് നോക്കി. ആനക്കൊമ്പും കഞ്ചാവും ചന്ദനത്തിടിയുള്ള ഈ കാട്ടിൽ നിന്നും പുഴ വഴി എസ്റ്റേറ്റിന്റെ പുറകിലെത്തിച്ച് അവിടുന്ന് എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് പാലാട്ട വണ്ടികൾ കയറ്റി കൊണ്ടുപോകുന്ന ഒരുപാട് നാളായി നമ്മൾ തുടങ്ങിയിട്ട്. യൂസുഫിന് പോലും ഇതൊന്നും അറിയില്ല. എസ്റ്റേറ്റിൽ എന്നോട് കൂറുള്ള ചില ജോലിക്കാർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം. മഹിയുടെ കാതിലെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്നിട്ടും ഞാനിത് ചെയ്യുന്നത് നിങ്ങൾ തരുന്ന നക്കാപിച്ച പണത്തിന് വേണ്ടി അല്ല ചെട്ടിയാരെ. നാഗപ്പാ ചെട്ടിയാർ ചാരായ കുപ്പി ജയരാമന്റെ അരിയിലേക്ക് നീക്കി വെച്ചു. അവനെ ശ്രദ്ധിച്ചില്ല. പകരം വീണ്ടും ഒരു സിഗരറ്റിന് തീ കൊളുത്തി. നിങ്ങൾക്ക് ഗ്രീൻ വാലി എന്തിനാ? ഈ കാട്ടിൽ നിന്നും സാധനങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിന്റെയും കണ്ണുപിടിച്ച് നടത്താൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ പണ്ടേ ശേഖരക്കുറിപ്പിനോടുള്ള വാശി, ഒരിക്കലും ഇല്ലാതാക്കാൻ നോക്കി തോറ്റുപോയതിലുള്ള നിരാശ, വിട്ടുതരാത്ത് വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹം, ഇതൊക്കെയല്ലേ? അതേപോലെ എനിക്കും ലക്ഷ്യങ്ങളുണ്ട്. അതിന് നിങ്ങളുടെ സഹായം വേണം. വർഷങ്ങളായിട്ടുള്ളിൽ മെനഞ്ഞെടുത്ത തന്ത്രങ്ങൾ പ്രയോഗിക്കാനുള്ള സമയമായി. അതിനായി ഈ രാത്രിയിൽ അട്ടയുടെ കടിയും കൊണ്ട് ആരും അറിയാതെ ഇവിടേക്ക് വന്ന്. ചൊല്ലു തമ്പി, ഉനക്ക് എന്നെ വേണേലും ഞാൻ കൊടുപ്പേണ്. ചെട്ടിയാരുടെ വാക്കുകളിൽ ആവേശം നിറഞ്ഞു. എനിക്ക് ഗ്രീൻ വാലി എസ്റ്റേറ്റ് കിടക്കണം. അത് മട്ടുമല്ലേ അന്ത കുറുപ്പ് സാവണം. എന്നോട് എല്ലാ ബിസിനസ്സുക്കും അന്ത നായ് താനെതിരെ. കുറുപ്പ് ചത്താലും തൻ്റെ ഉദ്ദേശം നടക്കില്ല. അയാളുടെ ദേഹത്തൊരു ചെറിയ പോർലേറ്റാ പോലും മഹാദേവൻ തന്നെ ഈ കുടുംബത്തിൽ അവസാനം താഴ്ത്തരിയും വരെ നശിപ്പിക്കും. അയാളുടെ സ്വത്തുക്കൾ മകൾക്കാ കിട്ടുക. ഇപ്പം മഹാദേവൻ അവളും തമ്മിൽ അടുപ്പത്തിലായതിനാൽ അവൻ പാലാട്ടം മുതലാളിയും അയക്കും. അതുകൊണ്ട് വിവരക്കേട് കാട്ടരുത്. തനിക്ക് കിട്ടേണ്ടത് കിട്ടും. അതിന് വേറൊരു വഴിയുണ്ട്. പക്ഷേ എനിക്ക് ആൾബലം വേണം, അതുപോലെ കുറച്ച് കാശും. എന്നെ പ്ലാൻ പറയാം. ജയരാമൻ സിഗരറ്റ് എടുത്തി കുറ്റി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. കഷ്ടപ്പെട്ട് കുറുപ്പിന്റെ മുമ്പിൽ ഓരോ തവണയും പേരെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ മുന്നിൽ കയറും. എല്ലായിടത്തും ഒന്നാമൻ മഹാദേവൻ, കൈക്കരുത്തിലും ബുദ്ധിയിലും സൗന്ദര്യത്തിലുമല്ല. ഈ ജയരാമൻ വെറും പട്ടി, ഒന്നിനും കൊള്ളാത്തവൻ. എന്നെ വിശ്വസിച്ച് വണ്ടി പോലും അയാൾ തരില്ല. പക്ഷേ മഹാദേവന് വീടിൻ്റെ അകത്ത് പോലും പൂർണ്ണ സ്വാതന്ത്ര്യം. ഈ അവഗണന സഹിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. പക്ഷെ മണ്ടനെ പോലെ അഭിനയിക്കുകയായിരുന്നു. നിഴൽ പോലെ കൂടെയുള്ള യൂസഫിനോട് പോലും പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരുത്തം പാലാട്ട പെണ്ണിൻ്റെ മനസ്സിൽ വരെ കയറിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പ്രതികരിക്കാനുള്ള സമയം വൈകിയെന്ന. നിങ്ങൾ തയ്യാറായിക്കോ ചെട്ടിയാരെ. അവസാന കളി തീരുമ്പോൾ നമ്മൾ രണ്ടാളും ജയിക്കും. സാപ്പിട് തമ്പി. വേണ്ട. ഒരു കഷ്ണം ഇറച്ചി കൂടി വായിലിട്ടുകൊണ്ട് ജയരാമൻ എഴുന്നേറ്റു. എന്നെ ഒന്ന് തിരിച്ചെത്തിക്കാൻ നിങ്ങളുടെ ആൾക്കാരോട് പറ. വേറെയും കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ജയരാമൻ പതിയെ താഴേക്ക് ഇറങ്ങി. ചെട്ടിയാരുടെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് 2 പേർ അയാൾക്കൊപ്പം കാട്ടിലെ ഇരുട്ടിലൂടെ പതിയെ നടന്നു തുടങ്ങി. തന്റെ മുന്നിൽ നിൽക്കുന്ന രേണുവിന്റെ മുഖത്ത് നോക്കാൻ സത്യഭാമയ്ക്ക് ബുദ്ധിമുട്ട് തോന്നി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് കീഴെ ഉറക്കമില്ലായ്മ സമ്മാനിച്ച കറുത്ത പാടുകൾ തെളിഞ്ഞു കാണാം. അവൾ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ഈ അവസ്ഥക്ക് താനാണല്ലോ കാരണമെന്ന കുറ്റബോധം സത്യഭാമയെ അലട്ടി. ഒന്ന് കാണണമെന്ന് അവൾ അറിയിച്ചപ്പോൾ പാലാട്ടെ കുടുംബക്ഷേത്രത്തിലേക്ക് വന്നതാണ് സത്യഭാമ. കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു ഭാമേശി. ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് രേണുക സംസാരിച്ചു തുടങ്ങി. ഞാനൊരു മണ്ടി വെറുതെ ഓരോന്ന് കൊതിച്ച്. ഞങ്ങളിവിടേക്ക് വന്നിട്ട് വർഷങ്ങളായി. ഭാമേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയല്ലേ ഞാൻ കണ്ടത്. നിങ്ങൾക്കിടെ എങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് എന്നോട് പറയായിരുന്നില്ലേ? വെറുതെ എന്തിനെങ്ങനെ വെടിവേഷം കെട്ടിച്ച്. രേണുകയുടെ കണ്ണുകൾ നിറഞ്ഞു. മഹിയേട്ടന് പോലും എന്നോടൊന്നും പറയാൻ തോന്നിയില്ല. ആ മനുഷ്യൻ എനിക്ക് ദൈവ. ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ സന്തോഷത്തോടെ ഞാൻ ഒതുങ്ങി തന്നേനെ. സത്യഭാമ മുന്നോട്ട് നീങ്ങിന്ന് അവളെ ചേർത്ത് പിടിച്ചു. പിന്നെ ആ കണ്ണുനീർ തുടച്ചു. അവളെ നിന്നെ വേദനിപ്പിക്കണമെന്ന് കരുതി ചെയ്തല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. മയ്യേട്ടൻ നിന്നെ അനിയത്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ. അത് തിരിച്ചറിയാൻ വൈകിപ്പോയി ചേച്ചി. കള്ളുപിടിച്ച മയ്യേട്ടൻ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടപ്പെടും. പിന്നെ എന്നെയും കെട്ടിപ്പിടിച്ച് കരയും. ഞാൻ ആശ്വസിപ്പിച്ച് മടിക്കെടുത്തി ഉറക്കും. അപ്പോഴേക്കും ഞാൻ കരുതിയത് ആ മനസ്സിൽ എന്നോട് വേറെന്തോ ഇഷ്ടമുണ്ടെന്നാ. സാരമില്ല, ഇതൊന്നും പിടിച്ചു വാങ്ങേണ്ടല്ലോ. ഞാൻ പോട്ടെ, പേടിക്കണ്ട. ഇനി രേണുക നല്ല കുട്ടിയായിരിക്കും. അവൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. രേണു, ഞാൻ കൊണ്ടുവിടാം. വേണ്ട. രേണുക ചിരിച്ചു. ഇവിടുന്ന് വീടെത്തുന്ന വരെയുള്ള സമയം എനിക്ക് തനിച്ച് വേണം.
അതിനുശേഷം ഞാൻ കരയില്ല. അവൾ നടന്നു. അങ്ങോട്ട് ബൈക്കിൽ വരികയായിരുന്ന ശ്രീധരനെ രേണുക ഗവനിച്ചില്ല. എന്തായി, സംസാരിച്ചോ? ശ്രീധരൻ ബൈക്കിൽ നിന്നിറങ്ങി ആകാംക്ഷയോടെ സത്യഭാമയോട് ചോദിച്ചു. അവൾ എന്ത് പറഞ്ഞു? സത്യമായിട്ടൊന്നും വേണ്ടായിരുന്നു തോന്നുന്നു ശ്രീധരേട്ട. ഞാൻ കാരണം ആ പെണ്ണിന്റെ സ്വപ്നങ്ങൾ നശിച്ചില്ലേ. ഇതൊന്നും നിന്റെ തെറ്റല്ല ഭാമി. അവനെയാ തല്ലേണ്ടത്. ഞങ്ങളിൽ നിന്ന് പോലും നിങ്ങളുടെ ബന്ധം മറച്ചു വെച്ചു. അറിഞ്ഞിരുന്നെങ്കിൽ പണ്ട് ഞാൻ രേണുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയേനെ. അത് വിട്ടേ. കുറച്ച് കരയും, പിന്നെ യാഥാർത്ഥ്യം അംഗീകരിക്കും. അതാണല്ലോ ജീവിതം. ശ്രീധരേട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ? ഏയ്, നീ എൻ്റെ അനിയത്തിക്കുട്ടിയല്ലേടി. നിന്റെ അച്ഛൻ്റെ ആർത്തികാരണം കുടുംബങ്ങളാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ നിന്നെ കിട്ടുന്നതിൽ എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായേക്കും. നിന്റെ അച്ഛനെ പറ്റി ഞാൻ പറയാൻ തന്നെ അറിയാലോ. അറിയാം, പക്ഷെ എൻ്റെ കഴുത്തിലൊരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് മഹിയേട്ടൻ്റെ ആയിരിക്കും. എനിക്ക് പാലാട്ട് ഒരു തരി മണ്ണ് പോലും വേണ്ട. മഹിയേട്ടന് വേണ്ടി എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. ഇതൊരു ഉറച്ച തീരുമാനമാണെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. പക്ഷേ കൂട്ടുകാരനോട് കള്ളുകൂടി ഓർക്കാൻ പറയണം. ശ്രീധരൻ ചമ്മലോടെ ചിരിച്ചു. അത് ഞങ്ങൾ വല്ലപ്പോഴും കൂടുമ്പോൾ മാത്രമാണ്. കള്ളം പറയേണ്ട ശ്രീധരേട്ടൻ, നിങ്ങളുടെ കൂടെ മാത്രമാണ്. ജയരാമേണ്ണ യൂസഫ് എന്നും കുപ്പി ഒളിപ്പിച്ച് കൊണ്ടുവന്ന് ഞാൻ കാണാറുണ്ട്. മഹിയേട്ടൻ കുടിച്ചാൽ വേറെ ആളാ. ശരി, അത് പരിഗണിക്കാം. അവനോട് അമ്പലത്തിന് മുന്നിൽ പാർക്ക് ചെയ്ത കാറിലെ ഡ്രൈവിംഗ് സീറ്റിൽ ശേഖരക്കുറുപ്പിന്റെ ഡ്രൈവർ അഭിയിരിക്കുന്ന ശ്രീധരൻ കണ്ടിരുന്നു. എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞു. അത് അച്ഛൻ അബൂക്ക് എൻ്റെ കൂടെ അയച്ച്. എന്നാ ഞാൻ പോട്ടെ. എന്നാലും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. ഇപ്പൊ തന്നെ ആളുകൾ ഓരോന്നും പറയുന്നുണ്ട്. പേടിക്കണ്ട, ദൈവം അനുഗ്രഹിക്കും. ശ്രീധരൻ ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. അത് ദൂരെ മറിഞ്ഞ ശേഷം സത്യഭാമ കാറിന് നേരെ നടന്നു. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ബ്ലാക്ക് കളർ അംബാസിഡർ കാർ ചീറിപ്പായുകയാണ്. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ശേഖരക്കുറുപ്പ് ഉറക്കത്തെ അകറ്റാൻ ചുരുട്ട് ആഞ്ഞു വലിച്ചൂതി. പിന്നെ ഇടം കൈകൊണ്ട് സീറ്റിൽ വെച്ചിരുന്ന പെട്ടി തഴി. ഒരു സ്ഥല കച്ചവടം നടത്തിയതിലെ ലാഭമാണ് അതിൽ അടുക്കി വെച്ചിരിക്കുന്നത്. പാലാട്ട് തറവാട്ടിലെത്താൻ ഏകദേശം 1 കിലോമീറ്റർ മാത്രം ബാക്കി. പെട്ടെന്നാണ് ഇടതുവശത്തെ റോഡിൽ നിന്നൊരു മെറ്റഡോർ വാൻ കുതിച്ചെത്തിയത്. പകച്ചുപോയ കുറുപ്പ് ബ്രേക്കിൽ കാലമർത്തി. അംബാസിഡർ റോഡിലൊന്ന് പൊളഞ്ഞ് സൈഡിലെ കലിങ്കിലിടിച്ചു. വാനിൽ നിന്ന് 6 പേർ ചാടിയിറങ്ങുന്ന കുറുപ്പ് കണ്ടു. എല്ലാവരുടെയും കയ്യിൽ കത്തിയും വാളുകളും. പണം നിറച്ച പെട്ടി പുറകിലെ സീറ്റിനടിയിലേക്കിട്ട് കുറുപ്പ് പുറത്തേക്കിറങ്ങി. ആരാടാ നീയൊക്കെ? കുറുപ്പ് അലറി. പിന്നെ മുണ്ട് മടക്കി കുത്തി. അക്രമികൾ കരുതലോടെ മുന്നോട്ട് വന്ന് കുറുപ്പിന് ചുറ്റൊരു വലയം തീർത്തു. പാലാട്ട് ശേഖരക്കുറുപ്പിനോടാ നീയൊക്കെ കളിക്കുന്നത്? കുടുംബം ഞാൻ കൊളന്തോണ്ടും. ഭയം പുറത്താണിക്കാതെ അയാൾ പറഞ്ഞു. ആയുധങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന അതേ നിമിഷം ഇരുട്ടിൽ നിന്നൊരു ജീപ്പ് പാഞ്ഞെത്തി. അതിൽ നിന്ന് ജയരാമന് യൂസഫ് ഇറങ്ങുന്ന കണ്ടപ്പോഴാണ് കുറുപ്പിന് ശ്വാസം നേരെ വീണ്. പിന്നെ ഒരു പോരാട്ടമായിരുന്നു. ഗുണ്ടകൾക്ക് അവസരം കൊടുക്കാതെ ജയരാമൻ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. കൂടെ യൂസഫും. തന്റെ കൈയകലത്തിൽ കിട്ടിയവരെ ശേഖരക്കുറുപ്പും വെറുതെ വിട്ടില്ല. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ 6 പേര് നിലംപതിച്ചു. സത്യം പറയടാ, ആരാ നിന്നൊക്കെ അയച്ച്? ഒരുത്തന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ജയരാമൻ ചോദിച്ചു. അത് അയാൾ വിക്കി. ജയരാമൻ പിടിവിട്ടു. പോടാ, ചെന്നയാളോട് പറ, പാലാട്ട് ശേഖരക്കുറുപ്പിനെ തൊടാൻ ശ്രമിച്ചതിന്റെ കൂലി ഉടനെ കിട്ടുമെന്ന്. പോ. ഗുണ്ടകൾ വീണെടുക്കുന്നവരെയും താങ്ങിയെടുത്ത് വാനിലേക്ക് കയറി. അത് എതിർദിശയിലേക്ക് കുതിച്ചു. മുതലാളിക്കൊന്നും പറ്റിയില്ലല്ലോ. മുഖത്തെ ചോരത്തുള്ളികളും ചെളിയും തുടച്ചുകൊണ്ട് ജയരാമൻ ചോദിച്ചു. ഇല്ല, ഇങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചില്ല. മഹി കൂടെയില്ലെന്ന് അറിയിട്ട് വന്നതാവും. മഹി കൂടെയില്ലെന്ന് അറിയിച്ചതാണെങ്കിലോ? ജയരാമൻ പറയുന്നേട്ടപ്പോൾ ശേഖരക്കുറുപ്പ് മനസ്സിലാകാത്ത മട്ടിൽ അവനെ നോക്കി നെറ്റി വിളിച്ചു. എന്താ? അവനെന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാ. പല അപകടങ്ങളിൽ തന്നെ രക്ഷിച്ചിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാത്തിനും കണ്ണടക്കാൻ തന്നെ കൊണ്ട് പറ്റില്ല. ഉണ്ട ചോറ് നന്ദി കാണിക്കണല്ലോ. നീ വളച്ചേട്ടാ കാര്യം പറ ജയരാമ. കുറുപ്പ് അസ്വസ്ഥനായി. മുതലാളി കൊല്ലത്തുനിന്ന് ഒറ്റക്കാ വരുന്ന വിവരം ചെട്ടിയാർക്ക് കിട്ടിയിട്ടുണ്ടെന്നും അറ്റാക്ക് നടക്കുന്ന അറിഞ്ഞിട്ടാ ഞങ്ങളിവിടെ എത്തിയത്. വിവരം ചെട്ടിയാർക്ക് ചോർത്തി കൊടുത്ത മഹിയാണെന്നൊരു സംശയം. ജയരാമ! കുറുപ്പിന്റെ ശബ്ദമുയർന്നു. അനാവശ്യം പറയരുത്. മഹി അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് അവനൊരു ലാഭമില്ല. ഇതേ ചെട്ടിയാർ പണ്ടെന്നെ കൊല്ലാൻ നോക്കിയപ്പോ രക്ഷിച്ച അവനാ. ചെട്ടിയാര് മാത്രമല്ല, എന്റെ പല ശത്രുക്കൾ അടങ്ങിയിരിക്കുന്നത് മഹിയെ പേടിച്ചിട്ട് മാത്രമാ. ജയരാമൻ പൊട്ടിച്ചിരിച്ചു. അന്ന് ലാഭമില്ലായിരുന്നു, പക്ഷെ ഇന്നുണ്ട്. സത്യഭാമയെ സ്വന്തമാക്കാൻ അവനുള്ള ഒരേ ഒരു തടസ്സം മുതലാളിയാ. മുതലാളി ചത്താ പിന്നെ അവളെയും കെട്ടി പാലാട്ട സ്വത്തുക്കളും സ്വന്തമാക്കാം. എന്തു പറഞ്ഞടാ? കുറുപ്പ് അലറിക്കൊണ്ട് ജയരാമന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. തടയാൻ ശ്രമിച്ച യൂസഫിനെ അയാൾ തട്ടിമാറ്റി. ഇതെങ്ങാനും അവനറിഞ്ഞ നിന്റെ ശാവം പോലും ബാക്കിയുണ്ടാവില്ല ജയരാമ. നിനക്ക് അവനോട് അസൂയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. മരിക്കാൻ എനിക്ക് ഭയമില്ല മുതലാളി. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ എന്നെ കൊന്നോ. മോളെ വിശ്വസിച്ച് കൂടെ വിടുന്ന മുതലാളിയുടെ നല്ല മനസ്സ്. പക്ഷേ അവനത് മുതലെടുത്തു. അവർ തമ്മിൽ ഇഷ്ടത്തില്ല, വെറും ഇഷ്ടമല്ല, മൂത്ത പ്രേമം. അതറിയാത്തതായിട്ട് മുതലാളിയും വീട്ടുകാരും മാത്രമേ ഉള്ളൂ. നാട്ടിലൊക്കെ പാട്ടാ. നിങ്ങളീ അവനെയും പേടിച്ചിട്ട് ആരും മിണ്ടാത്തതാ. സംശയമുണ്ടെങ്കിൽ സത്യഭാമയുടെ ഡാൻസ് സ്കൂളിൽ ചെന്ന് അന്വേഷിക്കുക. അവിടുന്ന് എത്ര മണിക്ക് അവൾ ഇറങ്ങുന്നു എന്നും എത്ര ദിവസം ലീവ് എടുത്തെന്നൊക്കെ അപ്പം അറിയാം. നിങ്ങളോട് ഡാൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് പോകുന്ന അവൻ്റെ ഒപ്പം കറങ്ങാനാ.
ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. കഴിഞ്ഞ മാസം കുമളിൽ പോയി വരുന്ന വഴി രാത്രി സത്യമാമ ഗ്രീൻ വാലിൽ താമസിച്ച ഓർമ്മയില്ലേ? മഴ കാരണം ഡ്രൈവിംഗ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ മുതലാളി വിശ്വസിച്ചു. ഏത് കൊടുങ്കാട്ടിൽ ഇരുട്ടിലും അനായാസമായിട്ട് വണ്ടി ഓടിക്കുന്നവൻ ആ മഹാദേവൻ എന്നത് നിങ്ങൾ ചിന്തിച്ചില്ല. അന്ന് രാത്രി 11:30 വരെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഔട്ട് ഹൗസിൽ ഉറങ്ങിയ മഹാദേവൻ പിറ്റേന്ന് പുലർച്ചെ സത്യഭാമയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവിടുത്തെ ജോലിക്കാർ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ രാത്രി രണ്ടാൾ ഒരുമിച്ചായിരുന്നു എന്നർത്ഥം. ഇതിൽ കൂടുതൽ വിശദീകരിക്കണോ? പാലാട്ട് കുടുംബത്തിലെ ഇളമുറത്തമ്പുരാട്ടിയുടെ ലീലാവിലാസങ്ങൾ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കിടയിൽ പാട്ടാ. ഇതുമാത്രമല്ല, കാറിലിരുന്ന് കെട്ടിപ്പിടിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്നതിന് ഈ യൂസഫ് സാക്ഷിയാ. ആദ്യം പോയി അന്വേഷിക്കുക. ഞാനില്ലാകത പറയുകയാണെങ്കിൽ എന്നെ മുതലാളി ഇങ്ങ് കൊന്നോ. കുറുപ്പിന്റെ പിടിയായി അയാൾ തളർച്ചയോടെ കാറിലേക്ക് ചാരി. സത്യഭാമ പാവ മുതലാളി, പ്രായതല്ലേ, ഞാനൊരിക്കലും കുറ്റപ്പെടുത്തില്ല. പക്ഷേ സ്വന്തം അമ്മാവിൻ്റെ മോളെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനെയാണ് അവൾ സ്നേഹിക്കുന്നത്. മായ ആ പെണ്ണും ഭാര്യാഭർത്താക്കന്മാരെ പോലെയാണ് കഴിയുന്നത്. പുറമേ ഏട്ടനും അനിയത്തിയേട്ടൊക്കെ അഭിനയിക്കുന്നു എന്ന് മാത്രം. ഇതൊക്കെ ഒരുമിച്ച് കണ്ടുപിടിക്കുമ്പോൾ അവൻ ഞങ്ങളോട് സമ്മതിച്ചു പോവാ. കുറുപ്പൊന്നും മിണ്ടാക്കി കേട്ട് നിൽക്കുകയാണെന്ന് കണ്ടപ്പോൾ ജയരാമന് ആവേശം കയറി. ഞാനിതൊക്കെ അസൂയ കൊണ്ട് പറയുന്നതാണെന്ന് മുതലാളി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇട്ടേക്ക്. എന്തെങ്കിലും നേരി കാണുമ്പോൾ മനസ്സിലായിക്കോളും. പക്ഷേ പാലാട്ട് കുടുംബത്തിൻ്റെ പേര് നാറി തുടങ്ങി. അതോർക്കുമ്പോഴേ എനിക്ക് സങ്കടം. അവൻ അംബാസഡറിന്റെ ഡോർ തുറന്ന് പിടിച്ചു. മുതലാളി കയറി, യൂസഫ് കണ്ടുവിടും. ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. എന്തിനും ഞാനുണ്ട് കൂടെ. കുറുപ്പ് അവനെ നോക്കിയ ശേഷം കാറിൽ കയറി. അവൻ യൂസഫിനോട് ചെല്ലെന്ന് ആംഗ്യം കാണിച്ചു. അംബാസഡർ മുന്നോട്ട് നീങ്ങി. ശേഖരക്കുറുപ്പ് നിന്റെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങിയെങ്കിൽ അതിനർത്ഥം ഈ കളിയിലെ വിജയി നീയായിരിക്കുമെന്നാ. ജയരാമൻ തന്നോട് തന്നെ പറഞ്ഞു. പിന്നെ ഒരു കൗശല ചിരിയോടെ ജീപ്പിലേക്ക് കയറി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.